തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ വെറൈറ്റികളുടെ കൂടി കാലമാണ്. വെറൈറ്റി പ്രചരണ ഉപകരണങ്ങൾ, വെറൈറ്റി പ്രചരണ ഗാനങ്ങൾ എന്ന് വേണ്ട എല്ലാം വെറൈറ്റികളാണ്. ഇപ്പോൾ തിരുവനന്തപുരം കൊടുങ്ങാനൂർ വാർഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു വെറൈറ്റി വോട്ടർ സ്ലിപ്പ് തന്നെയുണ്ട്. ബിജെപിയുടെ സ്ഥാനാർത്ഥിയായ VV രാജേഷിന്റെ കയ്യിലാണ് അതാ ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി വോട്ടർ സ്ലിപ്പ് ഉള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഒരു എയർ ടിക്കറ്റിന്റെ മാതൃകയാണ്. 2 QR കോഡുകളൊക്കെ ഉണ്ട്. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നൊന്ന് നമുക്ക് പറയാമോ? അതായത് നരേന്ദ്രമോദിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. നമ്മുടെ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഏറ്റവും നന്നായിട്ട് ഭരണത്തിൽ പ്രയോജനപ്പെടുത്തുകയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ലോകത്ത് ഇപ്പോൾ നരേന്ദ്രമോദിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP പ്രവർത്തനം എന്നുള്ള ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും BJP കോർപ്പറേഷൻ ഭരണം ജനങ്ങൾ നൽകും. അപ്പോൾ ഭരണത്തിലും സുതാര്യത കൈവരിക്കുവാനും വേഗത കൂട്ടാനും വേണ്ടി ലഭ്യമായിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. അത് ആദ്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ തന്നെ ആരംഭിക്കുകയാണ് ഞങ്ങൾ. 2 QR കോഡ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഈ QR കോഡിന്റെ ഒരു പ്രത്യേകത ഒന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതിപ്പോ കൊടുങ്ങാനൂർ വാർഡിൽ ഞാൻ മത്സരിക്കുന്ന കൊടുങ്ങാനൂർ വാർഡിലെ പ്രവർത്തകർ ഇവിടുത്തെ IT ടീം ഞങ്ങളുടെ IT ടീം തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൽ ഈ താമര ചിഹ്നം ഇത് ഞങ്ങൾ വീട്ടിൽ കൊടുക്കുന്ന വോട്ടർമാരുടെ പേരും അവരുടെ ബൂത്തൊക്കെയുള്ള സ്ലിപ്പാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കുന്നതാണ്. ഇതിൽ താമര അടയാളത്തിന്റെ താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ ഞങ്ങളുടെ അഭ്യർത്ഥന എത്തും. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന് 45 ദിവസങ്ങൾക്കുള്ളിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ഇത് തിരുവനന്തപുരത്തിന്റെ വികസനം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള നിർദ്ദേശം നൽകും. കേന്ദ്ര ഗവൺമെന്റ് സഹായം ഉണ്ടാകും. തിരുവനന്തപുരത്തിന് കൈവന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ്. തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നരേന്ദ്രമോദിയോടൊപ്പം BJPയോടൊപ്പം നിൽക്കും. അതിനനുസരിച്ച് 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഞങ്ങളുടെ അഭ്യർത്ഥന ജനങ്ങൾക്ക് ഒരു 30-35 സെക്കൻഡിൽ ഞങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മുഴുവനും ആ അഭ്യർത്ഥനയിലൂടെ വരും. അടുത്ത 2ാമത്തെ QR കോഡുണ്ട്. ആ തൊട്ട് താഴെയുള്ള QR കോഡ് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വോട്ടർക്ക് വേറെ ആരുടെ സഹായം വേണ്ട. ഇപ്പോൾ ബൂത്ത് അറിയില്ലാത്ത ഒരുപാട് വോട്ടർമാരുണ്ട്. പലരോടും ചോദിക്കാറുണ്ട്, മിസ്റ്റേക്ക് പറ്റാറുണ്ട്. ചിലപ്പോൾ 5 മണിക്ക് പെട്ടെന്ന് ബൂത്ത് ചെല്ലുമ്പോഴേക്കും ഇതല്ല ബൂത്തെന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാതെ വരാറുണ്ട്. ഇപ്പോൾ 5 മണിക്കല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ഓടിച്ചെല്ലും ജോലിയെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്നും വേണ്ട, നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നിങ്ങൾ അവിടെ എത്തിക്കും. അപ്പോൾ ഇത് ജനങ്ങൾക്കൊരു ഗുണകരമായ കാര്യവുമാണ്. മറ്റൊന്ന് ഒരു സന്ദേശമാണ്. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്, ഞങ്ങളുടെ മുന്നിലുള്ളത് കോർപ്പറേഷൻ ഭരണത്തിൽ BJP എത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി മാത്രം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഡൽഹിയിൽ അയച്ച് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം ഒരു സെക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ വടക്കേന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർ എഴുതി വച്ചിരിക്കുന്ന ചില പദ്ധതികൾ ഹിന്ദിയിലായിരിക്കും. ചിലത് സാധാരണ ആൾക്കാർക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗവൺമെന്റ് പദ്ധതികൾ ജനങ്ങൾക്ക് എല്ലാം പ്രയോജനപ്പെടുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ടെക്നോളജി വളരെ ഫെമിലിയർ ആക്കുന്നതോടുകൂടി ആ പദ്ധതിയുടെ പേര് അവർ പറഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസിൽ എത്തിയാൽ തന്നെ ആ പദ്ധതി അവർക്ക് ഏതു തരത്തിൽ ലഭ്യമാക്കാമെന്നുള്ള സഹായം ലഭിക്കും. പിന്നെ ഓൺലൈനിലേക്ക് പേയ്മെന്റ് മാറ്റുന്നതോട് കറപ്ഷൻ അവസാനിക്കാൻ പറ്റും. അപ്പോൾ 5 വർഷം BJPയുടെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിയുമ്പോഴേക്കും തിരുവനന്തപുരത്തുള്ള മുഴുവൻ ജനങ്ങളും ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ട് മാറും. അപ്പോൾ സാങ്കേതിക വിദ്യ ഏതു തരത്തിൽ ജനങ്ങൾക്ക് ഗുണപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു അവതരണമാണ്. മറ്റൊന്ന്, ഇപ്പോൾ നമ്മുടെ മേയറൊക്കെ പറയുന്നത് തിരുവനന്തപുരം 45 വർഷം ഭരിച്ച CPM പറയുന്നത് മാലിന്യ സംസ്കരണം നടത്തുന്നത് പന്നിക്ക് കൊടുത്തിട്ടാണെന്നാണ്. അത് തന്നെ അശാസ്ത്രീയവും അപരിഷ്കൃതവുമാണ്. ഞങ്ങൾ മാലിന്യ സംസ്കരണത്തിൽ ടെക്നോളജി ഉപയോഗിക്കും. അതാണ് ഇൻഡോറിൽ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ തെരുവുനായെ സംരക്ഷിക്കുന്നത് ടെക്നോളജി ഉപയോഗിക്കും. ഏതൊക്കെ തരത്തിൽ തെരുവുനായപ്പോൾ നമ്മൾ ഷെൽട്ടറിൽ അടയ്ക്കുമ്പോൾ തന്നെ അവരുടെ ഹെൽത്ത് നിരീക്ഷിക്കണം. അതും ജീവനുള്ള ഇതാണല്ലോ. അപ്പോൾ ഹെൽത്ത് നിരീക്ഷിക്കണം. അപ്പോൾ അതിന് ഓരോന്നിനും ചിപ്പ് ഘടിപ്പിച്ച് ഓരോ നായുടെയും ആരോഗ്യം നിങ്ങൾ നിരീക്ഷിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സാങ്കേതികവിദ്യ കണ്ടുപിടിക്കുന്നത് മനുഷ്യന്റെ നിത്യജീവിതത്തിൽ ഗുണപ്പെടാൻ വേണ്ടിയാണ്. അത് ഫ്രീസറിൽ വെച്ചിട്ടോ കുറച്ച് ബുദ്ധിയുള്ളവർ മാത്രം വെച്ചിട്ടോ കാര്യമില്ല. ബുദ്ധി കൂടിയവരോ ഇല്ലെങ്കിൽ അതിന്റെ ടെക്നോളജികളോ മാത്രം വെച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും അത് ഫെമിലിയർ ആവണം. ഒരു 5 വർഷം കഴിയുമ്പോൾ എല്ലാവരും ടെക്നോളജി ഫ്രണ്ട്ലി ആക്കുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യമാണ്. ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഇപ്പോൾ ആദ്യം QR കോഡ് ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോഴേക്കും അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ വന്നപ്പോഴേക്കും ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ചിദംബരം, കോൺഗ്രസിന്റെ നേതാവ് ചിദംബരം എന്താണെന്ന് ചോദിച്ചത്, പോയിന്റ് ഓഫ് സർവീസ് മെഷീൻ എല്ലായിടത്തും കിട്ടുമോ, നെറ്റ് കണക്ഷൻ ലഭിക്കുമോ എന്ന് പറഞ്ഞിട്ട് പച്ചക്കറി കടയിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈൻ പേയ്മെന്റ് നടത്തുന്നത് പറഞ്ഞിട്ട് പരിഹസിക്കുകയായിരുന്നു. നരേന്ദ്രമോദി അന്ന് മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ നടക്കുന്ന രാജ്യമായി നമ്മുടെ ഭാരതം മാറി. അപ്പോൾ ഇന്ത്യയിൽ തന്നെ
ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള എല്ലാവരും ടെക്നോളജി ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർപ്പറേഷനാക്കി തിരുവനന്തപുരം കോർപ്പറേഷനെ മാറ്റുക എന്നുള്ളതാണ്. നമ്മള് ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവമാണ് ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പം വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും, ഇത്തരത്തിലുള്ള സർപ്രൈസുകൾ. തീർച്ചയായിട്ടും ഇത് കൊടുങ്ങാനൂർ വാർഡിലാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ ഇവിടെയുള്ള പ്രവർത്തകരുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. ഇവിടെയുള്ള സാധാരണ പ്രവർത്തകർ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. അപ്പോൾ അതിലൂടെ പല ചർച്ചകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സാങ്കേതികവിദ്യ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്ന് ഞങ്ങൾ ശ്രമിക്കും. ഭരണം കിട്ടുന്ന ആദ്യ ദിവസങ്ങൾ മുഴുവൻ തന്നെ ഒരു ഡൈനാമിക് ചേഞ്ച്, തിരുവനന്തപുരത്ത് ഒരു ഡൈനാമിക് ചേഞ്ചാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ആരുടെ ഐഡിയ ആയിരുന്നു? ഒരു കൗതുകം കൊണ്ട് അല്ല, ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോകുന്നത് സാധാരണ ഇതൊക്കെ നിൽക്കുന്നത്. ഇതിപ്പോൾ ഉണ്ണി എൻ്റെ തെരഞ്ഞെടുപ്പിന്റെ ചാർജുള്ള ആളാണ്. അതാണ് ഉണ്ണിയുടെ കാർഡാണ്. ഇപ്പോൾ ബിജു നിൽപ്പുണ്ട്, ഇവിടെ അയച്ചേട്ടൻ നിൽപ്പുണ്ട്. അയച്ചേട്ടനൊക്കെ 2011 ഞാൻ മത്സരിച്ചപ്പോൾ 2011 അന്ന് കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾ ഭരിക്കുന്നില്ല. അന്ന് മത്സരിച്ചപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 13,494 വോട്ട്. അന്ന് 500-ൽ കൂടുതൽ വോട്ട് ഇദ്ദേഹത്തിന് ബൂത്തി പിടിച്ചിട്ടുണ്ട് അന്ന് 2011. അപ്പോൾ അത്രത്തോളം ജനങ്ങളുമായിട്ട് ബന്ധമുള്ളവരും പിന്നെ ഇവർക്കൊക്കെ തന്നെ ഈ സാധാരണക്കാരുടെ ചർച്ചകളിൽ നിന്നാണ് ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ ആശയം സാങ്കേതികവിദ്യ അറിയാവുന്നവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും അത് ഉയർന്നു വരും. എന്തായാലും ഇനിയും പലതും പ്രതീക്ഷിക്കാം. ശരി, എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള പല വെറൈറ്റികളും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥിയായ വി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.